നിങ്ങൾ ബഡ്സും വിരലൊക്കെ ഇട്ടിട്ട് ചെവി ചൊറിയാറുണ്ടോ? എന്നാൽ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. അധിക ആളുകൾക്കുള്ള പ്രശ്നമാണ് ചെവി ചൊറിയുമ്പോൾ ബഡ്സ് അല്ലെങ്കിൽ വിരലൊക്കെ ഇട്ടിട്ട് ശക്തമായിട്ട് ചെവി ചൊറിയുക എന്നുള്ളത്. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെവിയുടെ ആ ഒരു ഇറിറ്റേഷൻസ് കൂടുതലാവുകയും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. അലർജിയുള്ള അധിക ആളുകൾക്കും ഈ ഒരു ബുദ്ധിമുട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണവും അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹിസ്റ്റമിന്റെ റിലീസ് തന്നെയാണ്. ഓവർ ആയിട്ടുള്ള ഹിസ്റ്റമിന്റെ റിലീസ് കാരണം തന്നെയാണ് ഈ ഒരു ചൊറിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ മൂക്കും ചെവിയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു യൂസ്റ്റേക്കിയൻ ട്യൂബ് ഉണ്ട്. മൂക്കിലുണ്ടാവുന്ന ഡ്രൈനസും അതുപോലെ തന്നെ ഇറിറ്റേഷൻസ് ഒക്കെ അതുപോലെ തന്നെ ചെവിയിൽ എത്തുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ടും ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ചെവിക്കകത്ത് ഉണ്ടാവുന്ന ഡ്രൈനസും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു കാരണവശാലും ബഡ്സോ അല്ലെങ്കിൽ വിരലോ ഇട്ടിട്ട് ചെവിയുടെ ചൊറിയാൻ പാടില്ല. അതിന് പകരം നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായിട്ട് ചെറിയ ചൂടുള്ള ഒരു ടവല് നിങ്ങൾക്ക് ചൊറിച്ചിലുള്ള ചെവിയുടെ മുകളിൽ വെക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി ആ ചെവിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഈ ചൊറിച്ചിലൊക്കെ നല്ല രീതിയിൽ കുറയുകയും ചെയ്യുന്നു. ഇപ്പം ചൊറിച്ചിലുള്ള ചെവിക്ക് ചുറ്റും ഭയങ്കര ഡ്രൈനസ് ഉണ്ടെങ്കിൽ ചെവിയുടെ പുറത്ത് നിങ്ങൾക്ക് നല്ല ഏതെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വഴി തന്നെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് കുറയുന്നതാണ്. എന്നാലും നല്ല അലർജി ഉള്ള ആളുകൾക്ക് ഈ ഒരു ചൊറിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കും അലർജിയോടൊപ്പം ചെവി ചൊറിയാറുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.